നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും കഴിഞ്ഞല്ലോ, സീസൺ അവസാനിച്ചു. ഈ സീസണിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്ക് ബാലൻ ഡ്യൂർ ലഭിക്കും? അടുത്ത മാസം ബാലൻ ഡ്യൂറിൻ്റെ 30 അംഗ നോമിനേഷൻ ലിസ്റ്റ് വരും. പിന്നെ ബാലൻ ഡ്യൂർ പുരസ്കാരം സമ്മാനിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്, ഈ സീസണിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം ബാലൻ ഡ്യൂർ സാധ്യത ആർക്കാണ്. ഇപ്പോൾ goal.com ഒരു ബാലൻ ഡ്യൂർ പവർ റാങ്കിങ് അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റ് പല ഏജൻസികളുടെയും പവർ റാങ്കിങ് വരുന്നുണ്ട്. ഒന്ന് നമ്മൾ വേൾഡ് കപ്പ് നേഷൻ ചെയ്തിരുന്നു. goal.comൻ്റെ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് വരുന്നതായതുകൊണ്ട് അത് നിങ്ങളിലേക്കൊന്ന് അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. 20ാമത് ഇവർ സ്ഥിരമായിട്ട് 20 പേരുടെ പവർ റാങ്കിങ് ആണ് ഉണ്ടാക്കുക. അതിൽ 20ാം സ്ഥാനത്തുള്ളയാൾക്ക് വളരെ കുറഞ്ഞ ബാലൻ ഡ്യൂർ സാധ്യത, 1ാമതുള്ളയാൾക്ക് കൂടുതൽ ബാലൻ ഡ്യൂർ സാധ്യത. അതാണ് അതിൻ്റെ രീതി. പവർ റാങ്കിങ് ഫോളോ ചെയ്യുന്നവർക്കറിയാം. 20ാമത് ബ്രാഡ്ലി ബർക്കോള, പാരീസ് സെൻ ജർമ്മൻ്റെ താരമായ ബ്രാഡ്ലി ബർക്കോളയാണ് 20ാം സ്ഥാനത്ത്. പോയ സീസണിൽ ഇതിപ്പം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ക്ലബിനും രാജ്യത്തിനുമായിട്ട് ഒരുമിച്ച് ഉള്ള കണക്കാണേ, അത് ഓർക്കണം. പോയ സീസണിൽ 23 ഗോളുകളും 21 അസിസ്റ്റുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1-ൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. PSG താരങ്ങളുടെ കിരീട നേട്ടത്തിൻ്റെ കണക്കാണത്. 19ാമത് ബയൺ മ്യൂണിക്കിൻ്റെ മൈക്കൽ ഒലീസയാണ്. ഒലീസയെ സംബന്ധിച്ചിടത്തോളം 2024-25 സീസണിൽ 22 ഗോളുകളും 24 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത്. ബൂണ്ടസ് ലീഗയിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ബാലൻ ഡ്യൂർ കണ്ടൻറ്റേഴ്സിൽ തലപ്പത്തുണ്ടാവുകയും അടുത്ത തവണ താൻ 10x പ്രവർത്തിക്കും, 10 ഇരട്ടി എഫേർട്ടിടും എന്ന് പറഞ്ഞ വിനി, പക്ഷേ ഇത്തവണ അത്ര മികച്ച ഒരു പ്രകടനമല്ല നടത്തിയിട്ടുള്ളത്. പരിക്കൊക്കെ അദ്ദേഹത്തെ ഇടയ്ക്ക് വലക്കുകയും ചെയ്തു. എന്തായാലും 18ാമതാണ് അദ്ദേഹമുള്ളത്. റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം 24 ഗോളുകളും 20 അസിസ്റ്റുമാണ് പോയ സീസണിൽ നേടിയത്. യുവേഫ സൂപ്പർ കപ്പിലും ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിലും മുത്തമിടുകയും ചെയ്തു. 17ാമത് പാരീസ് സെൻ ജർമ്മൻ്റെ ജാവോ നവസാണ്. 7 ഗോളുകളും 10 അസിസ്റ്റും സ്വന്തമാക്കിയ താരം. ചാമ്പ്യൻസ് ലീഗിലും ലീഗ് 1-ലും കോപ്പ് ഡി ഫ്രാൻസിലും ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും യുവേഫ നേഷൻസ് ലീഗിലും മുത്തമിടുകയും ചെയ്തു. വിക്ടർ ഗ്യോക്കറസ് ആണ് 16ാം സ്ഥാനത്ത്. ആഴ്സണലിലേക്ക് അദ്ദേഹം ചേക്കേറാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കവേ പോയ സീസണിൽ അദ്ദേഹത്തിൻ്റെ സ്പോർട്ടിംഗ് CP-യിലെയും അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിലെയും കണക്ക് വെച്ചുകൊണ്ട് 16ാം സ്ഥാനത്ത് അദ്ദേഹം വരുന്നു. 63 ഗോളുകളാണ് പോയ സീസണിൽ നേടിയത്, 16 അസിസ്റ്റുകളും. ലിഗ പോർച്ചുഗലിൽ മുത്തമിട്ടു, ടാക്കഡി പോർച്ചുഗലിൽ മുത്തമിട്ടു. 15ാം സ്ഥാനത്ത് പാരീസ് സെൻ ജർമ്മൻ്റെ ജിയാൻ ലൂക്കി ഡൊണ്ണരുമ. പാരീസിൻ്റെ ഈ സീസണിലെ കിരീട നേട്ടങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിച്ചയാളാണ്. 19 ക്ലീൻ ഷീറ്റുകളാണ് ഗോൾ കീപ്പറായി അദ്ദേഹം സ്വന്തമാക്കിയത്. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1-ൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. 14ാമത് FC ബാഴ്സലോണയുടെ പോളിഷ് സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോസ്കി 44 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് പോയ സീസണിൽ സ്വന്തമാക്കിയത്. ലലീഗയിൽ മുത്തമിട്ടു, കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും അദ്ദേഹം മുത്തമിട്ടു. 13ാം സ്ഥാനത്ത് കോൾ പാൽമർ, ചെൽസിയുടെ താരം. 2024-25 18 ഗോളുകളും 14 അസിസ്റ്റും സ്വന്തമാക്കി. ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടു, യുവേഫ കോൺഫറൻസ് ലീഗിലും മുത്തമിട്ടു. 12ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ, ബയൺ മ്യൂണിക്കിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം. പോയ സീസണിൽ 48 ഗോളുകളും 14 അസിസ്റ്റും സ്വന്തമാക്കി. തൻ്റെ കരിയറിലെ ആദ്യത്തെ കിരീടവും നേടി ബൂണ്ടസ് ലീഗിൽ മുത്തമിട്ടിട്ടുണ്ട്. 11ാം സ്ഥാനത്ത് FC ബാഴ്സലോണയുടെ പെഡ്രി, 7 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് അദ്ദേഹം പോയ സീസണിൽ സ്വന്തമാക്കിയത്. ലലീഗയിൽ മുത്തമിട്ടു, കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും കിരീടം ചൂടി. ന്യൂനോ മെൻഡസ്, പാരീസ് സെൻ ജർമ്മൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരം. അദ്ദേഹമാണ് 10ാം സ്ഥാനത്ത്. 7 ഗോളുകളും 12 അസിസ്റ്റുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ഡിഫൻഡർ ആയതുകൊണ്ട് ക്ലീൻ ഷീറ്റും നോക്കണം. 18 ക്ലീൻ ഷീറ്റുകൾ. ചാമ്പ്യൻസ് ലീഗിലും ലീഗ് 1-ലും കോപ്പ് ഡി ഫ്രാൻസിലും ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും യുവേഫ നേഷൻസ് ലീഗിലും ഒക്കെ മുത്തമിട്ടിട്ടുണ്ട്. ട്രോഫികൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. പാരീസ് സെൻ ജർമ്മൻ്റെ മറ്റൊരു സൂപ്പർ താരം ക്വിച്ച ക്വാറസ്കേലിയാണ് 9ാം സ്ഥാനത്ത്. ക്വാറസ്കേലിയ 15 ഗോളുകളും 13 അസിസ്റ്റും സ്വന്തമാക്കി. ചാമ്പ്യൻസ് ലീഗിലും ലീഗ് 1-ലും സീരിയയിലും കോപ്പ് ഡി ഫ്രാൻസിലും മുത്തമിട്ടു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം സീരിയ ക്ലബിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജനുവരിയിലാണ് ട്രാൻസ്ഫർ ആയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് സീരിയയിലും മുത്തമിട്ടിരുന്നതുകൊണ്ട് ഒറ്റ സീസണിൽ 2 ലീഗ് കിരീടം നേടുക എന്നുള്ള അത്യപൂർവ്വ നേട്ടവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 8ാം സ്ഥാനത്ത് PSG-യുടെ അഷ്റഫ് ഹക്കീമി, 13 ഗോളുകളും 17 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി സീസണിൽ. കൂടാതെ 26 ക്ലീൻ ഷീറ്റുകൾ.
ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് വണ്ണിൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും മുത്തമിട്ടു. 7-ാം സ്ഥാനത്ത് പാരീസ് സെന്റ് ജർമൻ്റെ പുതിയ നെയ്മർ എന്ന വിശേഷണമുള്ള ഡിസിയ ഡു 16 ഗോളുകളും 16 അസിസ്റ്റുമാണ് യുവതാരം സ്വന്തമാക്കിയത്. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് വണ്ണിൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. 6-ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡിൻ്റെ കിലിയൻ എംബാപ്പെ 46 ഗോളുകളും 7 അസിസ്റ്റുമാണ് പോയ സീസണിൽ സ്വന്തമാക്കിയത്. യുവേഫ സൂപ്പർ കപ്പിലും ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിലും മുത്തമിട്ടു. 5-ാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ കിങ് മോ സലാ 36 ഗോളുകളും 24 അസിസ്റ്റുകളുമായിട്ട് മിന്നിക്കത്തി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മുത്തമിടുകയും ചെയ്തു. 4-ാം സ്ഥാനത്ത് FC ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരം റാഫീഞ്ഞ 39 ഗോളുകളും 25 അസിസ്റ്റുമാണ് പോയ സീസണിൽ സ്വന്തം പേരിൽ എഴുതി ചേർത്തതെങ്കിൽ ലാലിഗയും കോപ്പ ഡെൽറയും സൂപ്പർ കോപ്പ ഡി എസ്പാനയും സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ക്ലബിനൊപ്പം. 3-ാം സ്ഥാനത്താണ് PSG വിറ്റീഞ്ഞ, പാരീസ് സെന്റ് ജർമൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരം 8 ഗോളുകളും 8 അസിസ്റ്റുമാണ് സ്വന്തമാക്കിയത്. മധ്യനിരയിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ പാസിംഗ് കപ്പാസിറ്റി, ഇതൊക്കെ ഈ ഗോളും അസിസ്റ്റും കൊണ്ട് നമുക്ക് അളക്കാനാവില്ല. അത്രയധികം ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് പോയ സീസണിൽ PSG മുന്നേറ്റത്തിലുണ്ട്. 8 ഗോളുകളും 8 അസിസ്റ്റും സ്വന്തമാക്കി. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് വണ്ണിൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു, യുവേഫ നേഷൻസ് ലീഗിലും മുത്തമിട്ടു. 2-ാമത് ലമീൻ യമാൽ, FC ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം. അദ്ദേഹത്തിൻ്റെ ഫോമിൻ്റെ പാരമ്പര്യയിലേക്ക് കടന്നുപോയ ഒരു സീസണാണിപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. 21 ഗോളുകളും 26 അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. ലലീഗയിൽ മുത്തമിട്ടു, കോപ്പ ഡെൽറയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും മുത്തമിട്ടു. 1-ാം സ്ഥാനത്ത് ഓസ്മാൻ ഡെംബലെ. ഇത്തവണത്തെ ബാലൺ ഡിയോർ മിക്കവാറും ഡെംബലെ കൊണ്ടുപോകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അദ്ദേഹത്തിന് 37 ഗോളുകളും 16 അസിസ്റ്റുമാണ് പോയ സീസണിൽ സ്വന്തമായിട്ടുള്ളത്. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് വണ്ണിൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും മുത്തമിട്ടു. ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഫൈനലിൽ വീണുപോയി എന്നുള്ളതുകൊണ്ട് ഡെംബലയുടെ പ്രകടനത്തിൻ്റെ മാറ്റൊട്ടും കുറയുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെ ഇത്തവണ ബാലൺ ഡിയോർ ലഭിച്ചേക്കാം. ഇതാണ് ഏറ്റവും പുതിയ പവർ റാങ്കിങ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.